ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി വെക്കാം. അതിനായിട്ട് ഒരു 2-2.5 ഗ്ലാസ് അരി എടുത്തതിന് ശേഷം അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അടപ്പിൽ വെള്ളം വെക്കുന്നതിനകത്ത് ഉപ്പ്, പെരുംജീരകം, കമ്പ് പോലുള്ള സാധനങ്ങളൊന്നും ഇട്ട് വെക്കുക. പിന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായുള്ള സവാള അരിഞ്ഞു വെക്കുക, ഗാർലിക്, പിന്നെ അതുപോലെ ക്യാരറ്റ്, ബീൻസ് എന്നിവ അരിഞ്ഞു വെക്കുക. നമുക്കൊരു ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ നെയ്യും ഇട്ട് കപ്പലണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് കോരുക. പിന്നെ നമുക്ക് മണ്ടയിൽ വിതറാൻ ആവശ്യമായി കുറച്ച് സവാള എടുത്തൊന്ന് വരട്ടി, അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ആവരുത്, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്കത് കോരി മാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീൻസ്, ഗാർലിക് എന്നിവ ഇട്ടൊന്ന് ഇളക്കി വയ്ക്കുക. നന്നായി ഒന്ന് വഴട്ടിയെടുക്കുക. ഒന്ന് വഴലാൻ ആവശ്യമായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ അടച്ചു വെച്ചൊന്ന് കുറച്ച് നേരം ആവിയേറ്റി വേവിക്കും. ഒരുപാട് വഴണ്ട് പോകണം. ഇതിനാവശ്യമായി കുറച്ച് ഗ്രീൻ പീസ് ഉപ്പിട്ടൊന്ന് വിസിലടിച്ച് വേവിക്കുക. കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം ഗ്രീൻ പീസ് എടുക്കുക. പിന്നെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം പുളി കാര്യങ്ങളൊക്കെ കിട്ടാനും കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ്, പാക്കറ്റിൽ കിട്ടുന്നതാണ്. ബിരിയാണി മസാല ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമണം മാറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കതിലേക്കൊന്ന് ചോറിട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് ഒരു നല്ല രീതിയിൽ മണ്ടയിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സെറ്റാക്കി വെച്ചിരുന്ന സവാള എടുത്ത് മണ്ടയിലേക്ക് വിതറി കൊടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശകലം നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ശകലം എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബിരിയാണി എസൻസ്. ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. വേവിച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലായിരിക്കും വേവിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സെപ്പറേറ്റ് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ കറിയും കൂട്ടി ഈ ബിരിയാണി നമുക്ക് കഴിക്കാവുന്നതാണ്.